വാട്സ്ആപ്പ് ഗൈസ്, യു ഗൈസ് വാച്ചിങ് എഡോണിസ്. എല്ലാവരും ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്തിരുന്ന ഗെയിമായിരുന്നു യുണൈറ്റഡ് വേഴ്സസ് വെസ്റ്റ് ഹാം. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ 5 കളി അടുപ്പിച്ച് ജയിക്കാനായിരുന്നു എല്ലാവരും വെയിറ്റ് ചെയ്തിരുന്നത്. 4 കളി അടുപ്പിച്ച് ജയിച്ചു. ഇനി 5ാമത്തെ കളി എന്താവും എന്നുള്ളത്, ഈ 5 കളി എന്തിനാ അടുപ്പിച്ച് ജയിക്കുന്നത് ചോദിക്കാൻ മറ്റേ ചങ്ങായിക്ക് മുടി വെട്ടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ 5ാമത്തെ കളി ഡ്രോ ആവാണ്. ചെങ്ങായിക്ക് ഇനിയും മുടി വെട്ടാൻ വേണ്ടി കാത്തിക്കാണ്. സത്യം പറഞ്ഞാൽ അവനെ സംബന്ധിച്ച് അവന് ഭയങ്കര വലിയ ഉപകാരമാണ്. കാരണം അവന് അത്യാവശ്യം നല്ല റീച്ച് കിട്ടി, ഭയങ്കര റീച്ച് കിട്ടി, നല്ല പരിപാടിയാണ്. അതിന് വേണ്ടിയിട്ട് അവന് ഇനി ആൾക്കാർ കാത്തിരിക്കും. അവനെ സംബന്ധിച്ച് അത് ഭയങ്കര ലാഭമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ യുണൈറ്റഡ് ഫാൻസിനെ വെച്ച് നോക്കുമ്പോൾ 5 കളി പ്രീമിയർ ലീഗ് അടുപ്പിച്ച് ജയിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഭീകര സംഭവം തന്നെയാണ്. 5 കളി തോൽക്കാതെ നിൽക്കുക എന്ന് പറയുന്നത്, അതായത് ലാസ്റ്റ് കളി മാത്രമേ ഡ്രോ ആയിട്ടുള്ളൂ, അതൊരു ഭയങ്കര സംഭവം തന്നെയാണ്. അത് അടിപൊളി സംഭവം തന്നെയാണ്. കാരണം ഇത് പ്രീമിയർ ലീഗാണ്. പ്രീമിയർ ലീഗ് മറ്റ് ലീഗുകൾ, ചിലപ്പോൾ മറ്റ് ലീഗുകളിലൊക്കെ ഈ സംഭവം ഏറ്റുന്ന് വരും. പക്ഷെ പ്രീമിയർ ലീഗിൽ 5 കളി അടുപ്പിച്ച് ജയിക്കുക എന്ന് പറയുന്നത് കുറച്ച് കഷ്ടപ്പാടുള്ള കാര്യമാണ്. അതും യുണൈറ്റഡ് അത്രയും ട്രോൾ ഏറ്റുവാങ്ങി അത്രയും നശിച്ച് നിന്ന ഒരു ക്ലബ്ബായിരുന്നു. ഒരു ശാപം എന്ന് പറയുന്ന ടൈപ്പ് ഒരു ക്ലബ്ബായിരുന്നു. ഇപ്പോൾ ആൾക്കാർ കുറേ പേര് പൊന്തി വരാൻ തുടങ്ങി, ഞാൻ യുണൈറ്റഡ് ഫാനാന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ കാരണം എന്താ, അത്ര അടിപൊളി കളിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ വെസ്റ്റ് ഹാമായിട്ടുള്ള കളി എന്ന് വെച്ച് നോക്കുമ്പോൾ സത്യം പറഞ്ഞാൽ വെസ്റ്റ് ഹാം ആണ് കുറച്ചും കൂടി കളിച്ചത്. നമുക്ക് കളി കണ്ടാൽ മനസ്സിലാവും. എനിക്ക് പേഴ്സണലി തോന്നിയത് വെസ്റ്റ് ഹാം ആണ് കുറച്ചും കൂടി അടിപൊളിയായിട്ട് കളിച്ചത്. അവരാണെങ്കിൽ ഭീകര ഡിഫെൻസും ആയിരുന്നു. അടിപൊളി, എന്ത് രസമായിരുന്നു എന്ന് അറിയാം. ഡിഫെൻസൊക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു. അത് ബ്രേക്ക് ചെയ്യാൻ കുറച്ച് കഷ്ടപ്പെട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു സെക്കൻഡ് ഹാഫിലൊക്കെയാണ് യുണൈറ്റഡിന് സംഭവം മനസ്സിലായത്. ഒന്ന് ക്രോസ് ചെയ്തിട്ട് എത്തിച്ചു കൊടുത്തിട്ട് പിന്നെ അവിടെ നിന്ന് അവിടെ നിന്ന് ഏതെങ്കിലും ഒരാൾ ഫിനിഷ് ചെയ്യുക, അങ്ങനത്തെ ഒരു ടൈപ്പ് ആയിരുന്നു. ഒരു മിഡിൽ നിന്ന് ക്രോസ് ചെയ്ത് എത്തിച്ചു കൊടുക്കുക, അവിടെ നിന്ന് ഫിനിഷ് ചെയ്യുക, അങ്ങനത്തെ ഒരു ടൈപ്പിലായിരുന്നു. പിന്നെ അവർ അത് ബ്രേക്ക് ചെയ്തത്. അതിന് കുറച്ച് ടൈം എടുത്തുപോയി, മനസ്സിലാക്കാൻ കുറച്ചൊരു ടൈം എടുത്തുപോയി. പക്ഷെ അത് കുറച്ച് മുന്നേ നടന്നിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ടായിരുന്നു. വെസ്റ്റ് ഹാമിൽ ബോവനാണെങ്കിലും സമ്മർവില്ലി ആണെങ്കിലും ശോഷക്ക് ചെങ്ങന്മാരെ അടിപൊളി ഇട്ട കളിയാണ്. ചെങ്ങന്മാരെ അടിപൊളി കളിയാട്ടോ കളിച്ച്. എല്ലായിടത്തും ബോവനൊക്കെ എല്ലായിടത്തും ഉണ്ട്. അവിടുന്ന് ഓടി അപ്പുറത്ത് എത്തുന്നുണ്ട്, ഇപ്പുറത്തുന്ന ടാക്കിൾ ചെയ്തിട്ട് ഒറ്റയ്ക്ക് കൊണ്ടുപോകുന്നു. അങ്ങനെയൊക്കെ ആയിരുന്നു ബോവൻ എത്ര ചാൻസസ് ആണ് ത്രൂ ബോളൊക്കെ ഇട്ട് കൊടുക്കുന്നത്. ഇങ്ങനെ ഇട്ട് കൊടുക്കുക അടിക്കാൻ വേണ്ടിയിട്ടൊക്കെ. ഫസ്റ്റ് ഹാഫിൽ സമ്മർവില്ലി ഒരു കിഡിലെ ഷോട്ട് അടിക്കുക, അടിപൊളി സാധനം. ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഇപ്പം ടക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു കേറ്റിൽ കയറ്റിട്ടുണ്ട്. പക്ഷെ ലാവൻസ് അടിപൊളി സേവ് ചെയ്തിട്ടുണ്ട്. അത് വിഷയം സേവ് ചെയ്തിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ സേവ്. അടിപൊളി സേവ് ആയിരുന്നു ഫസ്റ്റ് ഹാഫിൽ. അതായിരുന്നു ഫസ്റ്റ് ഹാഫ്. എനിക്ക് തോന്നുന്നു ഭയങ്കര, എനിക്ക് എടുത്ത് ഓർമ്മയിലുണ്ടായിരുന്നത് അതാണ്. അത് ഭയങ്കര സംഭവം തന്നെയായിരുന്നു. കാരണം ആ ഷോട്ടും എനിക്ക് ഇഷ്ടപ്പെട്ട്, ആ സേവും എനിക്ക് ഇഷ്ടപ്പെട്ട്. പക്ഷെ കളി കൊണ്ടുപോയത് സെക്കൻഡ് ഹാഫ് തന്നെയായിരുന്നു. സെക്കൻഡ് ഹാഫ് ഭയങ്കര വിഷയമായിരുന്നു, ഭയങ്കര രസമായിരുന്നു കളി കണ്ടിരിക്കാനൊക്കെ. ഫസ്റ്റ് ഹാഫിൽ ഒരു കോർണർ ഉണ്ടായിരുന്നു, അത് ലൂക്ക് ഷോ അടിച്ച് കയറ്റി. പക്ഷേ വാൻ ബിസാക്ക് അടിപൊളിയായിട്ട് ഡിഫെൻഡ് ചെയ്ത് കളഞ്ഞു. ചെങ്ങായി കുറേ സ്ഥലത്ത് അടിപൊളിയായിരുന്നു. വാൻ ബിസാക്ക് കുറേ കിടിലൻ കളി കളിച്ചിട്ടുണ്ടായിരുന്നു, കുറേ ബ്ലോക്ക് ഉണ്ടായിരുന്നു, കുറേ നല്ല ക്ലിയറൻസ് ഒക്കെ ഉണ്ടായിരുന്നു വാൻ ബിസാക്ക്. സെക്കൻഡ് ഹാഫിൽ സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ശരിയാ, കാരക്ക് എന്ത് ചെയ്ത് ഒരു 69-70 ആ ഒരു ടൈമിൽ സബ് മാറ്റി. യോറോ ആണെങ്കിലും സെസ്കോ ആണെങ്കിലും. പക്ഷെ ഇവരെ കുറച്ച് മുന്നേ മാറ്റാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. എൻ്റെ തോന്നലാവാം. കാരണം ഇവനെടുത്ത 2 സബ് കിഡിലായിരുന്നു, അടിപൊളിയായിരുന്നു. സെസ്കോ ആണെങ്കിൽ ഒരു ഗോൾ അടിക്കുന്നു, യോറോ ആണെങ്കിൽ കിഡില, എത്ര ബ്ലോക്കാറ്, അടിപൊളി സാധനം, സാധനം. മറ്റേ വിൽസൺ എന്ന് പറഞ്ഞ ചെങ്ങായി ഒരു അടിപൊളി റൺ എടുക്കുകയാണ്, നല്ല പ്രഷർ കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് കറക്റ്റ് ടൈം നോക്കിയിട്ട് ചെങ്ങായി കാലിടുകയാണ്. അത് അടിപൊളിയായിരുന്നു. അതേപോലെ തന്നെ ആഡമിൻ്റെ ഒരു സാധനം ക്ലിയർ ചെയ്ത് കളയുന്നുണ്ട്, അതും അടിപൊളി. അതെനിക്ക് തോന്നുന്നു മെഗാസിയോ സ്കാർലസോ എനിക്ക് ഓർമ്മയില്ല, ഒരു റണ്ണാണ്, ഒരു കിടിലൻ റണ്ണ് അവർ എടുത്തിട്ട് ആഡമിന് പാസ് കൊടുക്കുന്നു. ആഡമിൻ്റെ അടുത്തുനിന്ന് യോറോ ഒഴിവാക്കുന്നു. അത് ഭീകര സംഭവമായിരുന്നു. യോറോ വിഷയം കളിയാണ് അവിടെ കളിച്ചത്. അതേപോലെ തന്നെ ഇപ്പുറത്ത് സെസ്കോ എംബൂമേൻ്റെ അസിസ്റ്റിൽ അടിപൊളിയായിട്ട് എടുത്ത് കയറ്റും ചെയ്ത്. അത് ഞാൻ ഞെട്ടിപ്പോയിട്ടു. ആ ഗോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. വിഷയം സാധനം, എന്ത് രസമാണെന്ന് അറിയും. സത്യം പറഞ്ഞാൽ സെസ്കോനെ കുറച്ചും കൂടി മുന്നേ എടുക്കായിരുന്നു. കാരണം സെസ്കോന് കുറേ കിടിലൻ ചാൻസ് ഒക്കെ ജസ്റ്റിന് പോയിട്ടുണ്ട്. പിന്നെ സങ്കടമായി പോയതെന്ന് പറഞ്ഞാൽ കസമറോൻ്റെ ആ ഹെഡായിരുന്നു. അത് ഞാൻ ഗോളാന്ന് വിചാരിച്ചു. പെട്ടെന്ന് കേട്ടപ്പോൾ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു ഓഫ് സൈഡ് ആണോ എന്നുള്ളത്. ഈവൻ അവൻ തന്നെ അവിടെ നിന്ന് പറയുന്നുണ്ട്, എനിക്ക് വലിയ ഉറപ്പില്ല, എനിക്കൊരു ഡൗട്ട് ഉണ്ട് എന്നൊക്കെ ചെങ്ങായി അവിടെ നിന്ന് തന്നെ പറയുന്നുണ്ട്. പക്ഷെ അത് ഹെഡ് ഉണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ ഭീകരമായിരുന്നു. ആ കളി ജയിച്ചിട്ടുണ്ടെങ്കിൽ 5 കളി ജയിച്ചതിനെ കിട്ടില്ലായിരുന്നു. കുറേ
യുണൈറ്റഡിന് കുറേ ചാൻസ് ഉണ്ടായിരുന്നു, കുറേ ഫിനിഷ് ചെയ്യാൻ പറ്റാത്ത പോലെ പലപ്പോഴും എനിക്ക് പേഴ്സണലി തോന്നി. കുറച്ചും കൂടി കളിച്ചത് വെസ്റ്റ് ഹാം ആയിരുന്നു. പിന്നെ യുണൈറ്റഡിൻ്റെ ഒരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ ചെൽസി അപ്പുറത്ത് കളി ഉണ്ടായിരുന്നു. എവർട്ടന് ബോമോത്ത്, പിന്നെ ചെൽസി ലീഡും, പിന്നെ ന്യൂ കാസിലും സ്പോർട്സും. ചെൽസി അപ്പുറത്ത് ഡ്രോ ആയത് എന്തോ ഭാഗ്യം, സത്യം പറയാനുള്ള എന്തോ ഭാഗ്യം. കാരണം ചെൽസി മുകളിലേക്ക് വരികയായിരുന്നു. ജയിച്ചു കഴിഞ്ഞാൽ അവർ ലീഡായ സാധനമായിരുന്നു, അവർ കൊണ്ട് തൊലച്ചതാണ്. അവർ ഭയങ്കരമായി കളിച്ച സാധനമായിരുന്നു. അവർ കോമഡി കളിയായിട്ട് തോന്നി. ലീഡടിച്ച ഗോളൊക്കെ കാണണം, കോമഡി ആയിട്ടാണ് തോന്നിയത്. പിന്നെ ആണെങ്കിൽ കോൾ പാമർ ഒരു വിഷയം സാധനം, ഭയങ്കര ഒരു കിടുന്ന സാധനം അങ്ങനെ മിസ്സാക്കി. അപ്പം നിങ്ങൾക്ക് പറയാൻ പറ്റുമോ എന്നാൽ പിന്നെ അങ്ക് പോയി അടിച്ചുകൂടി അങ്ങനെ ഒരു തോന്നൽ വരും. ശരിയാണ്. അങ്ങനെ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇപ്പം എന്താ പറയുക, അങ്ങനെ എന്നോട് ചോദിച്ചാൽ എനിക്കൊന്നും പറയാനില്ല. സംഭവം ഒരു നല്ലൊരു ചോദ്യമാണ്. പക്ഷേ എന്നാലും ഞാൻ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ ഓരോരുത്ത് ഞാൻ അങ്ങനത്തെ ഒരു കളിയല്ല പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ചെങ്ങായി ഓനെപ്പോലത്തെ ഒരു അത്രയും അടിപൊളി ചെങ്ങായൊക്കെ അങ്ങനത്തെ കളി കളിക്കാന്ന് പറയുമ്പോൾ അത് ഭയങ്കര സിമ്പിൾ ചാൻസ്. 3-2 ആവേണ്ടതായിരുന്നു. പിന്നെ ആണെങ്കിൽ മറ്റൊരടിച്ച ഗോളും കോമഡി ആയിരുന്നു. രണ്ടാമത്തെ ഗോള് പെനാൽറ്റി ആയിരുന്നു. ആദ്യത്തെ ഗോളായിരുന്നു കോമഡി. ഏതോ മറ്റേ തട്ടി കളിച്ച് അവിടെ പോയി ഗോളായിരുന്നു. അതൊരു കോമഡി ഗോളായിരുന്നു മോനെ. അത് നിങ്ങളൊന്ന് കണ്ടോക്കണം. ഞാൻ ഹൈലൈറ്റ്സാണ് കണ്ട് ഹിറ്റ് പോലെ കോമഡി. ഞാൻ സത്യമായിട്ട് ഞാൻ ചിരിച്ചു വേണ്ടി. മറ്റൊരു ചിലപ്പോൾ ഹാൻഡാന്ന് വിചാരിച്ചിട്ട് അതിന് വേണ്ടി കാത്തു നോക്കി, പക്ഷേ ഹാൻഡ് കൊടുത്തില്ല, ഗോളായിപ്പോയി. പിന്നെ ആണെങ്കിൽ ന്യൂകാസിലിൻ്റെ അത്യാവശ്യം നല്ല ടഫായിരുന്നു എന്ന് തോന്നുന്നു. ഞാൻ അത് ഹൈലൈറ്റ്സ് ആണ് കണ്ടത്. ന്യൂകാസിലും സ്പേഴ്സ് പൊട്ടി. ഇതാഇപ്പോൾ ഞാൻ കേൾക്കുന്നത് സാക്ക് ചെയ്തെന്നാണ്. സ്പേഴ്സിൻ്റെ കോച്ചിനെ സാക്ക് ചെയ്തെന്ന് എനിക്ക് തോന്നുന്നത്. സത്യം പറഞ്ഞാൽ യുണൈറ്റഡിന് നല്ലൊരു ഭാഗ്യമുണ്ട്. കാരണം ചെൽസി അവിടെ ഡ്രോ ആയത് യുണൈറ്റഡിൻ്റെ എത്രയോ ഒരു ഭാഗ്യമാണ്. കാരണം യുണൈറ്റഡ് ഒന്നുകൂടി ഒരു സ്റ്റെപ്പും കൂടി ബാക്കോട്ട് വന്നേനെ. അപ്പോൾ പിന്നെ യുണൈറ്റഡ് ഡ്രോ ആയതും അവസാന നിമിഷം ആ ഒരു ഗോൾ കിട്ടിയത്, ആ സ്റ്റോപ്പേജ് ടൈമിൽ ആ ഒരു ഗോൾ കിട്ടിയതും അതും ഒരു ഭാഗ്യം തന്നെയാണ്. ഞാൻ ഭാഗ്യം എന്നല്ല, അവർ കളിച്ചിട്ട് തന്നെയാണ്, തീർച്ചയായിട്ടും കളിച്ചിട്ട് തന്നെയാണ്. ഞാൻ ഉദ്ദേശിച്ച് വെസ്റ്റ് ഹാം കുറച്ചും കൂടി ഗോൾ വരുമെന്ന് ഞാൻ കുറേ വിചാരിച്ചു. അമ്മാതിരി കളി അവർ കളിച്ചിട്ടുണ്ട്. നല്ല അറ്റാക്കിങ്, നല്ല വൃത്തിക്ക് അവർ അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് നിമിഷം അവർക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റാത്ത നിമിഷങ്ങളായിരുന്നു. അതൊക്കെ ആ ഫിനിഷ് കിട്ടിയിട്ടുണ്ടെങ്കിൽ എൻ്റെ മോനെ ഒരു സേവ് ഉണ്ടായിരുന്നു അല്ലേ, ഒരു ബ്ലോക്ക് ഉണ്ടായിരുന്നു തോന്നുന്നു. ലാമൻസിൻ്റെ ഒരു ബ്ലോക്ക് ഉണ്ടായിരുന്നു തോന്നുന്നു ലാസ്റ്റ് ലെഗിലെ. അതൊക്കെ അത് ഭീകര സീനായിരുന്നു, അടിപൊളി ബ്ലോക്കായിരുന്നു. കാരണം ഇപ്പോൾ ഗോൾ വരും 2-1 അല്ലെങ്കിൽ 3-1 ഞാൻ പ്രതീക്ഷിച്ചതായിരുന്നു. കാരണം അമ്മാരി കളിയാണ് വെസ്റ്റ് ഹാം കളിച്ചത്. യുണൈറ്റഡിനെ സംബന്ധിച്ച് യുണൈറ്റഡിൻ്റെ ഭാഗ്യം, അല്ലാണ്ട് എന്താ പറയുക. ഞാൻ അടുത്ത കളി എന്താവുമെന്ന് നോക്കാം നമുക്ക്. എന്തായാലും UCL യുണൈറ്റഡ് വരുന്ന ടീമാണ്. ഞാൻ യുണൈറ്റഡ് ഫാൻ അല്ല, പക്ഷേ എന്നിരുന്നാൽ പോലും യുണൈറ്റഡ് UCL വന്നാലേ ഒരു രസം ഉണ്ടാവുള്ളൂ. ആ ഒരു ഫാൻസൊക്കെ അവരെ ഫാൻസ് വരണം. അവരെ ഫാൻസ് എനിക്ക് പേഴ്സണലി ഇഷ്ടമാണ്. നമ്മൾ ഒരു ചെറിയൊരു കച്ചറൊക്കെ ഉണ്ടാക്കും, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കാട്ടിയൊക്കെ ഉണ്ടാകും. ഒരു രസകരമായിട്ടുള്ള ഒരു അടിയാണ്. പക്ഷെ അവരുണ്ടെങ്കിലേ വൈബുള്ളൂ. ഞാൻ ഇപ്പം എൻ്റെ ഫ്രണ്ട്സ് തന്നെ കുറേ ടീംസ് തന്നെ ഇവരെന്താ പറയുക, ഇവർ ഭയങ്കര സൈലൻ്റ് ആയിപ്പോയി. ഇങ്ങനെ ചോദിച്ചാൽ തന്നെ ഈ ഇപ്പോൾ കളി കാണാനല്ലോ ആടലുണ്ട്, അങ്ങനത്തെ ഒരു സംഭവമായി പോയി. അപ്പോൾ അതൊരു സംഭവം മാറി കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് യുണൈറ്റഡ് ജയിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കുള്ളൂ. കാരണം എൻ്റെ ടീം പ്രീമിയർ ലീഗിലല്ല, ഞാൻ ബയറിൻ്റെ ഫാനാണ്. എനിക്ക് പ്രീമിയർ ലീഗിൽ ആര് ജയിച്ചാലും കണക്കാണ്. അപ്പോൾ ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്, താങ്ക്സ് ഫോർ സപ്പോർട്ടിങ്. നിങ്ങളെ അഭിപ്രായങ്ങൾ എന്താണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ കമൻറ്റ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ എന്തായാലും റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്, താങ്ക്സ് ഫോർ സപ്പോർട്ടിങ്. അപ്പോൾ ഓക്കെ, ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ. നമുക്കിങ്ങനെ ഫണ്ണായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഫാൻ ബേസിലൊക്കെ അടി ഉണ്ടാക്കാം.